ആഴ്ച ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ള കിഡിൽ ഇന്നോവ ക്രിസ്റ്റ 2017 മോഡൽ ടോപ്പ് ക്ലാസ് വണ്ടി. അതായത് നമുക്ക് റീ വണ്ടികൾ ഒരുപാട് വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UP, HR, ഡൽഹി വണ്ടികൾ ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഒറിജിനൽ കേരള വണ്ടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ വരാണെന്നുണ്ടെങ്കിലും വണ്ടി മേജർ റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് ഇപ്പോൾ ഇതൊരു ക്രോം ഫിനിഷ് മാറ്റിയിട്ട് അവർ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ലുക്ക് ഉണ്ട് വണ്ടി കാണാനായിട്ട്. 550 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഫാൻസി നമ്പറാണ് വണ്ടിക്ക് വരണേ കേട്ടോ. അടിപൊളി വണ്ടി. ടയർ അതാണ് എടുത്ത് പറയുള്ളത്. ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതേ 90% മേലെ 5 ടയറും ഇതിന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ കമ്പനി സർവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, കമ്പനിയെ കൊണ്ടുപോയിട്ട് വണ്ടി വാങ്ങുന്ന നേരത്ത് കമ്പനി കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന ബാക്ക് വൈപ്പറും അലോയ്സും ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. പിന്നെ നമ്മുടെ പേജിൻ്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് പറയട്ടെ. അതായത് നമ്മൾ ഫാമിലി യൂസ്ഡ് വണ്ടികൾ മാത്രമാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ഈ കച്ചവടക്കാരുടെ വണ്ടികളൊന്നും നമ്മൾ അധികം ഡീൽ ചെയ്യാറില്ല. ഇപ്പോൾ ഇതൊരു ഫാമിലി യൂസ്ഡ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് എടുക്കുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കാട്ടൂർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. അതേ കണ്ട പുഷ് ബട്ടൺ ഞെക്കുമ്പോഴുള്ള ഒരു മറ്റേ എൻട്രിക്കുള്ള ലോക്ക് ബട്ടണും ഓൺ ബട്ടണും കീ എൻ്റെ പോക്കറ്റിലുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ലോക്ക് അൺലോക്കാണ് നമുക്ക് ഈ ബട്ടൺ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് നമുക്കൊന്ന് കാണിക്കാം. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വുഡൻ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു മാനുവൽ ഗിയർ ബോക്സിൽ വരുന്നതാണ് വണ്ടി. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി, ഭയങ്കര കംഫർട്ടബിളാണ് വണ്ടി ഓടിക്കാനായിട്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ ഓക്കെ. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നമ്മളിങ്ങനെ നോക്കില്ലേ, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ കണ്ടാൽ മനസ്സിലാവും. വല്ലാണ്ട് പുട്ടി കയറിയ വണ്ടിയാണെന്നൊക്കെ ഒരു ചെറിയ അളവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ്. സോ ഇനി ബാക്കിലത്തെ ഇൻറ്റീരിയറും കൂടെ നമുക്കൊന്ന് കാണാം. ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ബക്കറ്റ് സീറ്റ് അല്ല, ബെഞ്ച് സീറ്റാണ്. അപ്പോൾ ഒരാളെ കൂടെ കൂടുതൽ കയറ്റാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ വേറെ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഇല്ല. 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. അലോയ്സ് കണ്ട ടയർ കണ്ടീഷനാണ് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞത് 1,71,000 കിലോമീറ്ററാണ്. കണ്ട ബാക്ക് വൈപ്പർ അവൈലബിൾ ആണ്. പിന്നെ വേറെ മേജർ ഇഷ്യൂസ് ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ സൈഡ് പ്രൊഫൈലായാലും വേറെ മേജർ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ ഒരു DRL വരും. ഇതിലൊരു HD ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. സോ ഒറിജിനൽ കേരള വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇത് എന്താ പറയുക, കിലോമീറ്റർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 1,71,000 എന്ന് പറയുന്നത് ടൊയോട്ടനെ അപേക്ഷിച്ച് അതൊരു കനുള്ള കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഞാൻ ലാസ്റ്റ് ഒരു രജിസ്ട്രേഷൻ വണ്ടി ഡൽഹി ഇന്നോവ ക്രിസ്റ്റ ഇട്ടപ്പോൾ ഒറിജിനൽ കേരള വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്തത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ റീൽസ്, നമ്മുടെ ഷോർട്സ് നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ചെറിയ ഷോർട്സ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വണ്ടികൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അഗെയിൻ നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത പറയുന്നത്, നമ്മളൊരു ഫാമിലി യൂസ്ഡ് വണ്ടികളാണ് കൂടുതലും ചെയ്യണത്, റീ വണ്ടികളല്ല. അപ്പോൾ ഫാമിലി യൂസ്ഡ് വണ്ടികൾ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.